Assalamualaikum. Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പോൾ നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികൾക്കായാലും അതുപോലെ തന്നെ മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ തന്നെ, പ്രത്യേകിച്ച് കുറച്ച് മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പി ആണ് ഉണ്ണിയപ്പം. അപ്പോൾ അത് അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിത് അങ്ങനെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, ഒരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം. നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്കൊരു 200-250 ഗ്രാം ശർക്കരയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 1.5 കപ്പ് പച്ചരിക്കുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ ഒരു 200-250 ഗ്രാം ശർക്കര വേണം. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഒന്ന് ഉരുക്കിയെടുത്ത ശേഷം ഇതിൽ ചെറിയ അഴുക്കും പൊടിയൊക്കെ കാണും, അതുകൊണ്ട് ഇതൊന്ന് അരിച്ചെടുത്ത് ഇതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ പച്ചരി കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഇനിയൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഞാൻ 2 ബാച്ചായിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു സെറ്റ് ഇടണം. അപ്പോൾ ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 3 ഏലക്ക ഒരു 2-3 ഏലക്ക ചേർക്കാം. അപ്പോൾ ഇത് 3ഉം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ അങ്ങനെ നല്ല ഫൈൻ പൗഡർ അങ്ങനെ ആ രീതിയിലൊന്നും പൊടിച്ചെടുക്കണ്ട. ചെറിയൊരു തരിതരിപ്പ് വേണം. നമ്മൾ പുട്ടിൻ്റെയൊക്കെ ആ ഒരു പരുവല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതിയാവും. നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുമ്പോഴായാലും ചെറിയ ആ ഒരു ഇത് നമുക്ക് ചെറിയൊരു കടിക്കുമ്പോൾ ആ ഒരു ഇത് ഫീൽ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അരച്ചെടുക്കണ്ട. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് പച്ചരിയും കൂടെ ഉണ്ട് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതും പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്ത പച്ചരിയും ഇതും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഏലക്കായും ചെറിയ ജീരകവും ചേർത്താണല്ലോ പൊടിച്ചെടുത്തത്. അപ്പോൾ ബാക്കിയുള്ള പൊടിയിലേക്കും അതൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പം ഞാൻ 2 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ എടുക്കുന്ന പഴം നല്ല മധുരം ഉള്ളതാണെങ്കിൽ ഈ ഒരു ശർക്കര മതിയാവും. പക്ഷെ എടുക്കുന്ന പഴത്തിന് നല്ല പഴുത്തതല്ലെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ പാളയംതോടൻ പഴമാണിതിന്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ ഇതിലേക്കൊന്ന് ഇത് മിക്സിയിലിട്ട് അടിക്കുന്നവർക്ക് അങ്ങനെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ അടിച്ചെടുക്കുന്നില്ല. അങ്ങനെ നല്ല പഴുത്ത പഴമാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ച് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ചൂടിൽ ശർക്കര ഒഴിക്കരുത്. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് നല്ലൊരു മണമാണ് വരുന്നത്. കാരണം പഴവും ഏലക്കായും ചെറിയ ജീരകവും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1-2 കാര്യങ്ങളും കൂടെ ചേർക്കാനായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഡാപ്പൊടി അതുപോലെ തന്നെ ഒരു നുള്ളും കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം.
അപ്പോൾ കട്ടയൊന്നുമില്ലാതെ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുറഞ്ഞത് ഒരു 7-8 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ തന്നെ ഒന്ന് അടച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത്രയും സമയം ഒന്ന് കഴിയട്ടെ, അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് 7-8 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ രാത്രിയായിരുന്നു ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഇതെന്തായെന്ന്. അപ്പോൾ ഇത് നല്ലതുപോലെ പൊളിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ ഈ ഒരു കട്ടിയിലല്ലല്ലോ എന്തായാലും നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അത്രയും ലൂസിൽ നമ്മൾ മാവ് മിക്സ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം ഈ മാവ് അത്രയും ആ ഒരു അതിൽ തന്നെ വേണം മിക്സ് ചെയ്ത് വെക്കാൻ, എന്നാലേ നമുക്ക് നല്ലതുപോലെ മാവ് പൊളിച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആവശ്യത്തിന് നമുക്ക് മിക്സ് ചെയ്ത് എടുത്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉണ്ണിയപ്പത്തിലിടാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെ തേങ്ങാക്കൊത്തായിട്ട് ചേർക്കാനായിട്ട് താല്പര്യമില്ല എങ്കിൽ കുറച്ച് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് അതങ്ങനെ ചേർത്താലും മതി. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഈ തേങ്ങാക്കൊത്ത് ഇങ്ങനെ അകത്തിരിക്കുന്നത് അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തിട്ട് ചേർത്താലും മതിയാവും. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഇതുപോലെ തേങ്ങാക്കൊത്ത് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ നിറം ആവണം. ഇനി ഇതിലേക്ക് എള്ള് വേണം. അതൊരു 1/2 ടീസ്പൂൺ എള്ള് ഞാനിതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് അപ്പം ഇടുമ്പോൾ തന്നെ ഒന്ന് പൊട്ടാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് തന്നെ തീ ഓഫ് ചെയ്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു മാവിൻ്റെ മിക്സിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അത് ഒരു പകുതി കഴിയുന്നതും പകുതി 1/4 ഭാഗത്തോളം മാത്രം ഒഴിക്കുക. ബാക്കി മുകളിലേക്ക് നന്നായിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ തീ ഒരുപാട് കൂട്ടി വെക്കാൻ പാടില്ല. കാരണം ഒരു മീഡിയം ടു ലോ അങ്ങനെ ഇട്ടിരുന്നാൽ മതി. കാരണം പെട്ടെന്ന് ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നല്ല കളറായിട്ടുണ്ടാകും, പക്ഷേ ഉൾഭാഗം ഒന്നും വെന്ത് വരില്ല നന്നായിട്ട്. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് കണ്ട മുകളിലേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഇത് ഒന്നായി കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ട് അതിൽ നിന്നൊന്നും ഒന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിനെല്ലാം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ സൈഡും ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് എടുക്കണം. കാരണം പിന്നെ ഒരുപാട് നേരം കിടന്നു കഴിഞ്ഞാൽ ഇത് ഒരുപാടങ്ങ് കട്ടിയായി പോവും. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള മാവും കൂടെ ഇതേ രീതിയിൽ തന്നെ ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതുകൂടെ കാണിച്ച് ഞാൻ വീഡിയോ വീണ്ടും ഒരുപാട് ലെന്തി ആക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അറിയിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.